നിങ്ങളിപ്പോൾ വിളിച്ചിരുന്നോ? ഞാൻ മിസ് കോൾ കണ്ടിട്ടാ തിരിച്ചു വിളിച്ചത്. ആരാ? ഓ, നിങ്ങളോ? എന്ത്, വീട്ടിൽ പോയിരുന്നോ? ആ, ഞാനിപ്പോൾ ബസ് സ്റ്റോപ്പിനടുത്തുണ്ട്. നിങ്ങൾ ഇവിടെ ഉണ്ടോ? എന്താ കാര്യം? നേരിൽ പറയാമോ? എന്നാൽ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാം. വേഗം വാ. ഇവിടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നല്ലേ? പെട്ടെന്നെത്തിയല്ലോ. വീട്ടിൽ പോയപ്പോൾ കണ്ടില്ല, തിരിച്ചു വരുമ്പോഴാണ് കണ്ടത്. അപ്പോൾ തന്നെ വിളിച്ചു. എന്താ ഇത്ര അത്യാവശ്യം? എന്നെ കൊണ്ട് എന്തെങ്കിലും കാര്യം? ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. പറയുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണം. ആ, മോൻ +2-നല്ലേ പഠിക്കുന്നത്? അതെ. എന്താ അവനെ കുറിച്ച് ചോദിച്ചത്? മോനെ കൊണ്ട് എന്തെങ്കിലും ആവശ്യം? പറയാം. മോന്റെ പഠിപ്പൊക്കെ എങ്ങനെയുണ്ട്? ഈയിടെയായി അവന്റെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? ഒന്ന് തെളിച്ചു പറഞ്ഞേ. മോൻ എന്ത് തെറ്റ് ചെയ്തെന്നാ പറയുന്നത്? ഞാൻ ലഹരി വിരുദ്ധ സ്ക്വാഡിലെ അംഗമാണെന്ന് നിങ്ങൾക്കറിയാലോ. നിങ്ങളുടെ മോൻ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ടെന്നും അതിന്റെ വിൽപ്പന നടത്തുന്നുണ്ടെന്നും പരാതി വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വന്നതാണ്. അസൂയ കൊണ്ട് ആളുകൾ പലതും പറയും. അത് കേട്ടിട്ട് എൻ്റെ അടുത്ത് വരണ്ട. എൻ്റെ മോൻ നല്ലവനാണ്. ആരുടെ കൂട്ടത്തിനും പോകാത്തവനാണ്. അവനെ കുറിച്ച് ഇല്ലാത്ത അപവാദം പറഞ്ഞാലുണ്ടല്ലോ, എൻ്റെ സ്വഭാവം മാറും. നിങ്ങൾ എന്താ അങ്ങനെ പറയുന്നത്? ഞാൻ അസൂയ കൊണ്ട് പറയുന്നതല്ല, ശരിക്കും അറിഞ്ഞിട്ടാ പറയുന്നത്. അവനെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ പിന്നീട് ഒരുപാട് ദുഃഖിക്കേണ്ടി വരും. ഇത് എനിക്ക് വേണ്ടിയല്ല പറയുന്നത്, നിങ്ങൾ എന്നെ മനസ്സിലാക്കുക. എന്റെ മോനെ കുറിച്ച് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ, ഇനി മേലാൽ ഈ കാര്യം പറഞ്ഞ് എന്റെ അടുത്ത് വരരുത്. എത്ര പറഞ്ഞാലും മനസ്സിലാവുന്നില്ലല്ലോ. ഇവരെ പോലുള്ളവരെ എങ്ങനെയാ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്? നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞേ. ഇത് തന്നെയാ ഇന്നത്തെ കാലം. സഹിക്കാൻ പറ്റുന്നില്ലപ്പാ കുഞ്ഞിപ്പണ്ണേ. ചൂടുകൊണ്ട് കഴിഞ്ഞേയില്ലപ്പാ, ചത്തോന്ന് തോന്നുന്നു. ഇങ്ങനത്തെ ചൂടുണ്ടപ്പാ, ഇതുവരെ ഇങ്ങനത്തെ ചൂടുണ്ടായിട്ട. അതന്നെ. കുഞ്ഞിപ്പണ്ണേ, നമുക്ക് കുറച്ചിരിക്കാപ്പാ. നാല് കടച്ചിലെടുത്തിട്ട് കഴിഞ്ഞില്ല. ആയിക്കോട്ടെപ്പാ. ആ വൈദ്യരെ കുഴമ്പ് തടിയിട്ട് ഒരു വാങ്ങൂല. എന്ത് കുഴമ്പപ്പാ ഇത്? പച്ചാളാറ്റ കൂട്ടിന്ന് തോന്നുന്നു. നിന്നോട് ഞാൻ അന്നേ പറഞ്ഞിട്ടേ ഒരു നല്ല ഡോക്ടറെ കാണിക്കുന്നു. എന്നിട്ട് നീ കേട്ടോ? അങ്ങനെ വേണം നിനക്ക്. നിന്റെ കാല് പൊന്താതെ പോട്ട്. നീ ഒരിക്കാൻ മിണ്ടാതിരുന്നേപ്പാ. ആര് കൂട്ടിക്കൊണ്ടുവന്നു? മക്കളാ? 2-3 മക്കളില്ലേ? ഉദ്യോഗമുണ്ട്. അപ്പയോട് പറഞ്ഞാ പോരെ? അപ്പോഴേക്ക് എവിടെ സമയം? രാവിലെ പോയിട്ട് മോന്തിക്കല്ലേ വരുന്ന്. പിന്നെ പോണോണ്ട് ഒരുമാതിരി കളിയല്ലേ കളിക്കുന്നു. ചോദിച്ചാ ഒന്നും മിണ്ടിയില്ല. എന്തെങ്കിലും ചോദിച്ചാലോ ദേഷ്യപ്പെടും. എന്റെ വീട്ടിലും അങ്ങനെ. ആരോട് പറയല് മാണിക്കേ?
പിന്നില്ല മാണിക്കേ, നമ്മുടെ പണ്ടേത്തെ ആ 18ന്റെ കാലുണ്ടല്ലോ, അത് വിചാരിക്കുമ്പോ കുളിര് കേറുന്ന മാണിക്കേ. അന്ന് പാവാടിയും കുപ്പായിട്ടിട്ട് പോയൊരു കാലുമില്ലേ, അതൊരു കാലം തന്നെപ്പാ. അതൊരു കാലം തന്നെപ്പ. നല്ല പാങ്ങില്ല ഉടുപ്പും അടക്കും ഒതുക്കും അത് വിചാരിക്കാനേ കഴിഞ്ഞില്ലപ്പ. അതെല്ലാം പോയില്ലേ. ആ വഞ്ച പെണ്ണല്ലേ ഇങ്ങോട്ട് വരുന്നത്. അതന്നെ എൻ്റെ അമ്മേ, ഓളെ മോനെ കുറിച്ചിട്ട് നാട്ടിലെന്തെല്ലാം പറയുന്നുണ്ട്. ഞാനും കേട്ടിനി. നമുക്ക് വയ്യപ്പ അവളെ ചീത്ത കേക്കാൻ. മിണ്ടാണ്ടിരിക്കുന്നതാണ് നല്ലത്. ഈയിടക്ക് അങ്ങനത്തെ കല്യാണിയില്ലേ, ഓളോട് എന്തോ പറഞ്ഞിനോലും. എന്നിട്ട് ഓളെ കൺവീറ്റ് കണ്ണ് പൊട്ടിച്ചിന് ആ ഭദ്രകാളി പോലത്തോള്. വരുന്നുണ്ട് മുണ്ടേറല. എന്തപ്പ രണ്ടാളും ഇവിടെ ഇരിക്കുന്നത്? ഉത്സവത്തിന് പോന്നതാ? അതേപ്പ 5-6 കൊല്ലായില്ലേ മോളെ തെയ്യം കാണാതെ. അലാക്കിന്റെ എന്തോ ഒരു സുക്കേട് വന്നിട്ട്. എന്തെന്ന് കുഞ്ഞിപ്പണ്ണെ? അതെന്തൊന്നും ഇപ്പൊ അറിയാനില്ലത്. കൊണോറയല്ലേ? കൊണോറല്ല, കൊറോണ. നമുക്ക് പഠിപ്പും വിവരമൊന്നും ഇല്ലപ്പാ. നീ അവിടെ പോന്നു മോളെ തെയ്യത്തിനാ? ഇല്ലപ്പാ, ഞാൻ സ്കൂളിൽ പോകുന്നത്. മീറ്റിംഗ് ഉണ്ട്. എത്ര കാലായി എന്റെ ചാമുണ്ടി അമ്മേനെയും പരിദേവതയും കാണാതെ. എന്തോ പൊഞ്ഞറാന്ന്. തെയ്യത്തിനെല്ലാം ഉറക്കത്തെ കിനാവ് കാണുന്നു. എന്റെ പരിദേവതേ കാക്കണേ എന്റെ തമ്പാച്ചി. വനജ എങ്ങോട്ടേക്കാ? ഞാൻ സ്കൂളിൽ മീറ്റിങ്ങിന് പോകുന്നത്. നിങ്ങൾ രണ്ടാളും വണ്ടി പറഞ്ഞോണ്ടിരിക്കും മക്കളെ. ഞങ്ങൾ തെയ്യത്തിന് പോയിട്ട് വരുന്നിട്ടാ. അതന്നെ, പോകുമ്പക്ക് തെയ്യം മുടിയെടുക്കോന്നറിയില്ല. വേഗം പാ മാണിക്കേ. വനജ ഇപ്പോ അങ്ങോട്ട് പോണ്ട. അതെന്താ അങ്ങനെ പറഞ്ഞത്? ഞാൻ പറയുമ്പോൾ വനജയ്ക്ക് വിഷമം തോന്നരുത്. ഏയ്, എനിക്ക് അങ്ങനത്തെ വിഷമമൊന്നുമില്ല. നീ പറഞ്ഞോ. നിന്റെ മകനെയും കൂടെയുള്ള മറ്റു 4 കുട്ടികളെയും ലഹരി വസ്തുക്കളുമായി പോലീസ് അറസ്റ്റ് ചെയ്തു. എന്റെ തമ്പുരാന്, എന്റെ തമ്പുരാന്, അത് എന്റെ മോനായിരിക്കില്ല. അവരങ്ങനെ ചെയ്യില്ല. നീ ശരിക്കും പറഞ്ഞേ. അതെ, ഞാൻ ശരിക്കും പറഞ്ഞതാണ്. നീ നിന്റെ മകനെ അമിതമായി വിശ്വസിച്ചു. അവൻ പറയുന്നതാണ് ശരിയെന്ന് കരുതി. ഒരുപാട് തവണ നിന്നോട് ഇക്കാര്യം പലരും പറഞ്ഞതാണ്. പക്ഷേ നീ അത് ചെവിക്കൊണ്ടില്ല. അന്ന് നീ അത് കേട്ടിരുന്നെങ്കിൽ ഇന്നിങ്ങനെ സംഭവിക്കില്ലായിരുന്നു. എല്ലാ രക്ഷിതാക്കളും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എനിക്ക് തെറ്റ് പറ്റിപ്പോയി പാർവതി, തെറ്റ് പറ്റിപ്പോയി. എനിക്ക് പറ്റിയ തെറ്റ് ഇനി ഒരു മാതാപിതാക്കൾക്കും ഉണ്ടാവരുത്. എനിക്കുണ്ടായ സങ്കടം മറ്റൊരാൾക്കും ഉണ്ടാവരുത്. അതിന് എല്ലാ രക്ഷിതാക്കളും അവരവരുടെ മക്കളെ ശ്രദ്ധയോടെ വളർത്തണം.
മുതൽ നമുക്ക് ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരെയും ചേർത്ത് പിടിച്ച് ലഹരിമുക്ത നാടിനു വേണ്ടി പ്രവർത്തിക്കാം. അതെ, നമ്മളെല്ലാവരും കൈകോർത്ത് ഒറ്റ മനസ്സോടെ നിന്നാൽ ചെറുത്തു തോൽപ്പിക്കാൻ പറ്റാത്ത ഒന്നുമില്ല എന്ന തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാകട്ടെ.